ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലെ ഇട്ട സെയിം ഡ്രസ്സാണെന്ന് വിചാരിക്കരുത്. രാത്രി ഇത് തന്നെയിട്ട് ഞാൻ കിടന്നുകൊണ്ട് രാവിലെ എണീറ്റപ്പോൾ ഇത് തന്നെയാണ്. അപ്പം ഇന്നിപ്പം രാവിലെ എണീറ്റിട്ട് ഇന്ന് കോഫിക്ക് പകരം ഞാൻ വിചാരിച്ചു ഇന്ന് ചായ ഉണ്ടാക്കാം. അപ്പം തമ്പൂനാണെങ്കിൽ ഇന്ന് ശർക്കര കൊണ്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സ്കൂളിൽ കൊണ്ടുപോകാനല്ല, സ്കൂളിൽ കൊണ്ടുപോകാൻ ഫ്രൂട്ട്സും പിന്നെ ചോറും ഉച്ചയ്ക്ക്. ഇത് ബ്രേക്ക്ഫാസ്റ്റിന്. കാരണം നമുക്ക് ബോറടിച്ചു എല്ലാ ദിവസവും ദോശയും ചപ്പാത്തിയൊക്കെ വെച്ചിട്ട്. ശർക്കര ദോശ എൻ്റെ ഒരു ഫേവറേറ്റാണ്. അവൾക്കും ഇഷ്ടമാണ്, പക്ഷെ അത് ആദ്യമൊന്നും ആദ്യമൊന്നും വായിലോട്ട് പോകാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ലെറ്റ്സ് സീ. ഭയങ്കര എളുപ്പമാണ് ഇത്. ജസ്റ്റ് ഇതിനകത്ത് നമ്മുടെ ഗോതമ്പ് പൊടിയും ശർക്കരയും വെള്ളവും കൂടി ഇട്ട് അങ്ങ് അടിക്കും, അത്രേ ഉള്ളൂ, റെഡി. ഇന്നലെ വൈകുന്നേരം മുതൽ ചായ ക്രേവ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇന്നലെ ഞാൻ അവിടെ പോയി വന്നിട്ട് ഫുഡ് കഴിച്ചപ്പോൾ വൈകുന്നേരമായി. അപ്പം വൈകുന്നേരം ആയി കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ചായ കുടിക്കാൻ ഞാൻ വിചാരിച്ചു. പക്ഷെ അപ്പോഴേക്കും വയറ് ഭയങ്കര ഫുള്ളായിട്ട് എനിക്ക് അത് കഴിക്കാൻ പറ്റിയില്ല, ചായ കുടിക്കാൻ പറ്റിയില്ല. പിന്നെ രാവിലെ നമ്മൾ ആഗ്രഹം സാധിക്കും. ശർക്കര ദോശ. ഇതാണ് എൻ്റെ ഇന്നത്തെ ഈസി ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഒരു ബോയിൽഡ് എഗ് എടുത്ത് ഫോർക്ക് കൊണ്ട് അത് ഇങ്ങനെ ആക്കി വെച്ചു. പിന്നെ കുറച്ച് കെച്ചപ്പ് ഒഴിച്ചു, പിന്നെ കോക്കോനോ, പിന്നെ അതിനകത്ത് മറ്റേ ഹേർബ്സിൻ്റെ പൊടി ഇട്ടു. ദിസ് വർക്ക്സ്. നമ്മളൊരു ചെറിയ ഔട്ടിങ് പോവുകയാണ്. എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോവാം. ഇത് വീണ്ടും എൻ്റെ ബാഗി പാൻസ്. ദിസ് ഇസ് മൈ ഫേവറേറ്റ് പാൻസ്. ഐ തിങ്ക് ഇത് വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചതാണ്, ബട്ട് ഐ വെയർ ഇറ്റ് എവറി ഡേ നൗ, എവറിവെയർ. ഇത് H&M ടോപ്പ് 89. ഓക്കെ, കംഫർട്ടബിൾ. ആക്ച്വലി ഇന്ന് കുറച്ച് സണ്ണിയാണ് പുറത്ത്, അത്യാവശ്യം. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഗോണ റെയിൻ. സോ ലെറ്റ്സ് സീ. അങ്ങനെ ഞങ്ങൾ നെക്സസ് മാളിൽ പോയിട്ട് ഈ ഹൗസ് ഓഫ് ക്യാൻഡിയുടെ കുറേ ക്യാൻഡീസ് ഇരിപ്പുണ്ടായിരുന്നു. അത് ഒബ്വിയസ്ലി ഒരുതരം എഡിക്ഷനാണ്. എല്ലാ പ്രാവശ്യം ഞാൻ വാങ്ങിക്കാറില്ല, ബട്ട് ചിലപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തമ്പുന് വാങ്ങിച്ചു കൊടുക്കാം. അവൾക്ക് കയ്യിലിങ്ങനെ ബ്രേസ്ലെറ്റ് പോലെ ഇട്ടിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ കഴിക്കാൻ. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഫുഡ് കോർട്ടിൽ പോയി ഒബ്വിയസ്ലി ബർഗർ കിങ് വാങ്ങിച്ച് തന്നു. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സിനെല്ലാം മീറ്റ് ചെയ്ത് തിരിച്ചെത്തി. തമ്പു ഒബ്വിയസ്ലി കടന്നുറങ്ങിപ്പോയി, ക്ഷീണമായിപ്പോയി അവൾക്ക്. അങ്ങനെ അവൾ ഉറങ്ങി. ഞാനിവിടെ ഇങ്ങനെ ചായ കുടിക്കണോ വേണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ബർഗറൊന്നും മര്യാദയ്ക്ക് ദഹിച്ചിട്ടില്ല ഇപ്പോഴും. അതാദ്യം ദഹിച്ചിട്ട് പിന്നെ കുറച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് മഴയൊന്നും പെയ്യുന്ന ലക്ഷണം കാണുന്നില്ല. കൈൻഡ് ഓഫ് ഗ്ലൂമിയാണ്, ബട്ട് മഴ പെയ്യാനുള്ള ഒരു ഇതില്ല. ആക്ച്വലി കുറച്ച് ചൂടായിരുന്നു, ടു ബി ഓണസ്റ്റ്. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗായിരുന്നു. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ടുമോറോ.